പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന UAE പൊതുമാപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ICP പുറത്തുവിട്ടിരിക്കുകയാണ്. നിങ്ങൾ റെസിഡൻസ് വിസയിലുള്ള വ്യക്തിയാകട്ടെ, വിസിറ്റ് വിസയിലുള്ള വ്യക്തിയാവട്ടെ, ഒരു ദിർഹം പോലും ഫൈൻ അടക്കാതെ നിങ്ങൾക്ക് പുതിയ വിസയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ ചെയ്യാം. നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനകം നിങ്ങൾ പുതിയ വിസയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ വേണം. ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം, രാജ്യം വിട്ട വ്യക്തിക്ക് പിന്നീട് ഏതെങ്കിലും വിസയിൽ, വിസിറ്റ് വിസയിലോ UAEയിലേക്ക് എപ്പോഴും തിരിച്ചു വരാനും പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിസിറ്റ് വിസയിൽ വന്ന് സമയപരിധി കഴിഞ്ഞിട്ടും ഇവിടെ താമസിക്കുക, റെസിഡൻസ് വിസയിൽ വന്ന് അതിന്റെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞിട്ടും ഇവിടെ താമസിക്കുക, അല്ലെങ്കിൽ അബ്സ്കോണ്ട് ആകുക, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിർഹം പോലും ഫൈൻ അടക്കാതെ നിങ്ങൾക്ക് പുതിയ വിസയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ ചെയ്യാം. വിദേശികൾക്ക് UAEയിൽ ജനിച്ച കുട്ടികൾക്ക് ഒരു പക്ഷേ മതിയായ രേഖകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത്തരം കുട്ടികൾക്കും നിയമപരമായ രേഖകളിലേക്ക് മാറാനുള്ള അവസരമാണിത്. പ്രധാനമായും 5 ഫൈനുകളാണ് പൂർണ്ണമായും ഒഴിവാക്കുന്നത്. ഒന്ന്, ഓവർ സ്റ്റേ ഫൈൻ. വിസയിലാവട്ടെ, വിസിറ്റ് വിസയിലാകട്ടെ, ഓവർ സ്റ്റേ ഫൈൻ. അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡ് ഫൈൻ, ഐഡൻറ്റിറ്റി കാർഡ് ഫൈൻ, ലേബർ കാർഡുമായി ബന്ധപ്പെട്ട ഫൈൻ, നിങ്ങൾ വിസ റിന്യൂ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഹറിലുള്ള ഫൈൻ. ഈ 5 ഫൈനുകളും നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കി തരും. മാത്രമല്ല, നിങ്ങൾ വിസ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്യാൻസലേഷൻ ഫീയും പൂർണ്ണമായി ഒഴിവാക്കി. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും രീതിയിൽ ബാൻ ഉള്ള വ്യക്തിയാണെങ്കിൽ, ക്രെഡിറ്റ് കാർഡ്, ലോണ്, ക്രിമിനൽ കേസുകൾ, ഇങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബാൻ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബാൻ പൂർണ്ണമായി റിമൂവ് ചെയ്താൽ മാത്രമേ ഈ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്കാണ് ഈ പൊതുമാപ്പിന്റെ കാലയളവ്. എന്നാൽ സെപ്റ്റംബർ 1-ന് ശേഷം വരുന്ന ഒരു ഫൈനിനും ഇതിന്റെ ആനുകൂല്യം ലഭിക്കില്ല. ഏത് രീതിയിലാണ് പൊതുമാപ്പിന് അപേക്ഷ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി ICP പുറത്തുവിടാനിരിക്കുന്നതേ ഉള്ളൂ.